പരിപാടി ബുക്ക് ചെയ്യാൻ വന്നവരാന്നാ തോന്നുന്നേ. ഇതങ്ങോട്ടേക്ക്. ഒരു മിനിറ്റ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? താനാരാ? ഞാൻ വിഷ്ണുനാരായണൻ. ഓ, പൊന്നമ്പടത്തിൽ വിഷ്ണുനാരായണൻ. അതെ സാർ, ഹതഭാഗ്യം ഞാനാണ്. അത് ശരി. എന്താ സംസാരിക്കാന്ന് വെച്ചാ പറഞ്ഞോ. പ്ലീസ് ദയവ് ഇത് വീട് ഇപ്പൊ ജപ്തി ചെയ്യരുത്. അത്രേ ഉള്ളൂ. എടോ, ഞങ്ങള് വീട് ജപ്തി ചെയ്യാൻ വന്നതല്ല. ഓ, സന്തോഷം. ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. സാർ പ്ലീസ്, സാറിന്റെ ഗതികേട് മനസ്സിലാക്കണം. കെട്ടുപ്രായത്തെ പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാശ് കടം മേടിക്കേണ്ടി വന്നു. അത് പലിശ കയറി മുടിയാറായപ്പോ വീട്ടുകാരറിയാതെ ഈ വീട് പണയപ്പെടുത്തിയാ ഞാൻ ആ കടം വീട്ടിയത്. ഇപ്പൊ സാർ ഈ നോട്ടീസ് ഇവിടെ ഒട്ടിച്ച ജപ്തിക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കും സാർ. ഓ, ഇതല്ല എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ പിന്നെ ഇത് വേറെ ആരോട് പറയും? ഞാൻ വേണമെങ്കിൽ കാലൊന്നും പിടിക്കണ്ട. ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. ഒട്ടിക്ക്. ഇന്നത്തെ കച്ചേരി ഒരു കലക്ക് കലക്കണം. സംഗീത വിദ്വാൻമാർ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. ഒരു നല്ല വഴിക്കിറങ്ങുമ്പോൾ വായിക്കാൻ കണ്ട വാർത്ത. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികേറി. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലോ? അവിടെ നമ്മുടെ പരിപാടിയല്ലേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടോ? അയ്യോ, പേരില്ല, വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. നിനക്ക് തെറ്റിക്കാണോ? നോക്കട്ടെ. ഇതിനൊന്നുമില്ല. അളിയൻ വിളിച്ചോ? ഇല്ല. തോണ്ടിയ പോലെ ഇല്ല. സന്ധ്യാനേരത്ത് വാതിലും തുറന്നിട്ട് എവിടെ പോയി കിടക്കുക? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. പഠിക്കൽ ഇത്രയും വെള്ളം കൊടുന്നു വെക്കണമെങ്കിൽ അതിനി വേറെ ആളെ നിർത്തേണ്ടി വരുമോ? എത്തേണ്ട നേരം ആയില്ലല്ലോ. ഇന്നെന്താ നേരത്തെ? അത്താഴ പൂജ കഴിയും മുമ്പ്. അത്താഴ പൂജയും നിർമ്മാലിയൊക്കെ ഇനി ആർക്കാ കാണാൻ പറ്റുക? കുടുംബക്ഷേത്രം നാട്ടുകാരെ കൈയടക്കാൻ പോവല്ലേ. ഇനി ഭഗവതിയെ കൂടി അവിടുന്ന് ഓടിച്ചാലേ അവർക്ക് തൃപ്തിയാവും. പുതിയൊരു വാർത്തയായിട്ടാ അപ്പൊ കമ്മിറ്റിക്കാർ വന്നിരിക്കുന്നത്. കോടതി വിധി ഉണ്ടാവും അത്രേ. വരും പോലെ വരട്ടെ. ഇനി ദേവിയുടെ ഇഷ്ടം എന്താ വെച്ചാ അതുപോലെ നടക്കട്ടെ. അമ്മേ ഭഗവതി, ചിലപ്പോ പൊന്നമ്മടക്കാരെ നടത്തുന്ന അവസാനത്തെ ഉത്സവമായിരിക്കും ഇത്. വിഷ്ണുവിനോടൊന്ന് പറഞ്ഞേക്കെ, ഭഗവതിയുടെ ശാപം ഏറ്റുവാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നാളെ നടയടച്ച് കൊടിയിറങ്ങുമ്പോഴെങ്കിലും ഒന്ന് പോയി തൊഴുതോളാൻ. നിനക്കറിയാലോ, കുട്ടിക്കാലം മുതലേ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി വെച്ചവനാണ് ഞാൻ. കുടുംബനാഥനായി പേരിന് അച്ഛനുണ്ടായിരുന്നു മാത്രം. ക്ഷേത്രത്തിന്റെയും ഭഗവതിയുടെ ഒക്കെ കാര്യങ്ങളല്ലാതെ അച്ഛന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു, അന്നും ഇന്നും. അതിനിടയിൽ കുടുംബം എങ്ങനെ കഴിയുന്നു, മക്കൾ എങ്ങനെ ജീവിക്കുന്നു, ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. ഏത് ദുർഘടഘട്ടത്തിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ കടമ്പ എങ്ങനെ കിടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഭൈരവ. എന്നെ വിശ്വസിക്കുന്ന ഒരു കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്ന. വിഷ്ണു, അത്ര കടന്നൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എന്ത് കാര്യത്തിൽ നിന്നോടൊപ്പം നിന്നിട്ടുള്ളവനാ ഞാൻ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ജപ്തി ഒഴിവാക്കാനായില്ലെങ്കിലും അത് നീട്ടിക്കിട്ടാനൊരു ശ്രമം നടത്തിക്കൂടെ? എങ്ങനെ? നമുക്ക് ആ ഡെപ്യൂട്ടി തഹസിൽദാരെ പോയി ഒന്ന് കാണാം. ഇത്തിരി മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും. ഇതുകൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയാ, സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മേടിപ്പിച്ചതാ. മിലിറ്ററി തന്നെ. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടോ? ഇത്രയും മഹാമനത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച് ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യാണോടാ? അതെ, സാറിത ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. സമ്മതിച്ചോ? ആര്? സാറ് സമ്മതിക്കും. എടോ, മുഖാചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ചു തന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ദിവാകര കൈമളെ ചുരുട്ടി വടക്കി കയ്യിലെടുക്കാമെന്ന് ആരാടോ തന്നോട് പറഞ്ഞത്? ഒഴിക്കണോ? അയ്യോ, സാറെ ചതിക്കരുത്.
എടോ എനിക്കിത് പുത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തി ഞാൻ ചെയ്യും, അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മധ്യ തിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ, മദിരാക്ഷി ഒരു ഹരമാണോ? കൊണ്ടുപോകണോ മദിരാക്ഷിയെ? മധുര മീനാക്ഷി അതൊരു ദൈവമല്ലേ? മീനാക്ഷി അല്ല, മദിരാക്ഷി. പെണ്ണ് പെണ്ണ് പെണ്ണോ? നീ വന്നേ. നീ ടെൻഷൻ അടിക്കണ്ട, കണ്ടെടുത്തോളം അത് പരമത്തറയാ. ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാവും. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട. പോടാ, എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും വേഗം തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാകും. ഇവൻ ആരടാ? കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ്. എടാ വിഷ്ണു, പഠിക്കൊണ്ട് കൊട കൊടുക്കരുത്. ഇപ്പൊ തന്നെ അയാൾ 4 കാലിലാണ്. നീ ഒന്നുകൂടി ചെന്നൊന്ന് മൂപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചിട്ട് വരാം. ഭൈരവ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ. വരൂ മധുരം ഹലോ, എത്തിയോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഇതിനിവിടെ നിർത്തിയിട്ട് അവനത് എവിടെ പോയി? ഭൈരവാ, ഭൈരവാ, ഞാൻ ഇവിടെ ഉണ്ടേ. നമസ്കാരം. അയ്യേ, നീ എന്താ ഈ കോലത്തില്? വേറെ നിവൃത്തിയില്ലായിരുന്നു വിഷ്ണു. ഈ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി, ഒരു മരുന്നിന് പോലും ഒന്നിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെ? ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. അയാളിപ്പ എങ്ങനെ? അയാള് ഫ്ലാറ്റാ. ഫ്ലാറ്റ് ആണല്ലോ, എങ്കിൽ ധാരാളം. വിഷ്ണു അതും നീയും അയാളും. അയ്യേ, അതാവില്ല. എന്നാലും എങ്ങനെയത്? ഈശ്വര, തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, പൊട്ടിട്ടുവല്ലോ. ഓടിക്കോ. ഇവിടെ മൊത്തം ഇത് തന്നെ. ഇവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് വാ എന്റെ മുത്ത. ഇറങ്ങിയ പീസ് അങ്ങോട്ട് പോയി. താടിയുള്ള പെണ്ണോ? ഞാൻ പെണ്ണല്ലാണ്. വത്താക്ഷേപം നടത്തുന്നോ? എന്നാ ഇയാള് പീഡിപ്പിക്കുന്നേ. പറ്റിച്ചേ. അയ്യോ സാറേ, ഞാൻ ഡെപ്യൂട്ടി വയസ്സാം കാലത്ത് അവന്റെ ഒരു സുഖിക്കല്. പരമേശ്വരന്റെ അടുത്താ കളി. തൊന്തരവ് തൊന്തരവ് തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്.